ഫിയാറ്റ് മിഷന്റെ ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻസിന്റെ ഈ വേദിയിൽ ഇന്ന് നമ്മോട് കൂടെയുള്ളത് മാവേലിക്കര ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാൻ ജോഷുവ മാർ ഇഗ്നോത്യൂസ് പിതാവാണ്. പിതാവെ, ശാലോം ന്യൂസിലേക്ക് സ്വാഗതം. പിതാവിന്റെ മിഷൻ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഒരു പ്രത്യേകമായ സന്ദേശത്തോടു കൂടിയാണ് കടന്നു വരുന്നത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുക. എന്താണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സന്ദേശം എന്ന് നോക്കുമ്പോൾ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്നേഹത്തിൻ്റെ സന്ദേശം ലോകമെങ്ങും എത്തിച്ചു കൊടുക്കുക നമ്മുടെ കടമയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. മണ്ണിനോടും മരങ്ങളോടും പറവകളോടും മൃഗങ്ങളോടും മനുഷ്യരോടും സ്നേഹ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അതിനെ ജീവിക്കുവാൻ അനുവദിക്കുക. നന്നായി ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുക എന്നുള്ളതാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ മകനായി മാറുവാൻ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് എൻ്റെ ചെറുപ്രായം മുതൽ ഒരു മിഷണറി ദൗത്യം കാണിച്ചു തരുവാൻ എൻ്റെ ഇടവകയിലെ വികാരിയായിരുന്ന പാല കുരുവനാൽ സ്വദേശിയായ പ്രിയപ്പെട്ട ജോസഫ് തച്ചേട്ടച്ചന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മിഷണറി ചൈതന്യം, അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല, 6-7 പള്ളികളാണുള്ളത്. ആ മിഷൻ പ്രദേശങ്ങളിലേക്ക് സൈക്കിൾ ചവിട്ടി, ചിലപ്പോൾ അതേ ഒരു തൊപ്പി വെക്കുമായിരുന്നു. തൊപ്പി വിയർത്ത് കഴിയുമ്പോൾ കർച്ചീഫ് കൊണ്ട് തല തുടച്ച് സൈക്കിള് ചവിട്ടി പോകുന്ന അച്ഛൻ, പള്ളികളിൽ പോയി അവിടെയുള്ള ആളുകളെ ഒരുക്കുന്ന അച്ഛൻ, അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്ന അച്ഛൻ, അവരുടെ പ്രയാസങ്ങളും വേദനകളും മനസ്സിലാക്കുന്ന അച്ഛൻ, തിരികെ വന്ന് അവരെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ജീവിച്ചതായ ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. ഒരു വലിയ പ്രചോദനമായിരുന്നു. രണ്ടാമതായിട്ട് വന്ന വികാരി അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഞാൻ സെമിനറിയിൽ പോകുന്നത്. അപ്പോൾ സെമിനറിയിൽ പോകാനുള്ള പ്രചോദനവും ഇങ്ങനെയുള്ള വൈദികരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ്. രണ്ടാമത്തെ അച്ഛൻ കോശി ചക്കാലമണ്ണിൽ അച്ഛൻ, അദ്ദേഹം നടുക്കുന്ന് എന്ന് പറയുന്ന ഒരു മിഷൻ തുടങ്ങി. അത് ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് സുവിശേഷം അറിയിക്കുന്ന വലിയ ദൗത്യമായിരുന്നു. അവരെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് വരുമ്പോൾ അവിടേക്ക് വിടും. അവിടെ പോയി ആളുകളെയൊക്കെ അറിയാം. അവരൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ജോലിക്ക് വരുന്നവരായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. തഹസീൽദാർ പോലെയുള്ള ആളുകളും ആ സമുദായത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ, അവർക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രചോദനമായിരുന്നു അത്. അതിൻ്റെ ഫലം നേരിട്ട് കാണാൻ സാധിച്ചു. മൈലമ്പുലമൺ എന്ന് പറയുന്ന ഒരു മിഷനിൽ പ്രിയപ്പെട്ട കോശിയച്ഛൻ ആരംഭിച്ചതാണ്. അത് ഒരു ഭവനത്തിലാണ് ആ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയത്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഒന്നിച്ചുകൂടി വരുമായിരുന്നു. മാർത്തോമ സഭയിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു കൂടുതലും. അവിടെയും എൻ്റെ കൂടെ പഠിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ അറിയാവുന്നത് കൊണ്ട് അവരുമായിട്ടെല്ലാം നല്ലൊരു ബന്ധം പുലർത്തി. സെമിനറിയിലായിരുന്ന കാലത്ത് അവധിക്ക് വരുമ്പോഴുമൊക്കെ അവിടെയും പോയി ക്ലാസ് എടുക്കുകയും അവരെ ഒരുക്കുകയും ചെയ്തു. ഈ 2 കൂട്ടായ്മകളും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. സെമിനറിയിൽ തിരുവനന്തപുരത്തായിരുന്നപ്പോഴും ഞായറാഴ്ചകളിൽ റക്ടച്ചനോടൊപ്പം മിഷനിൽ പോകാനുള്ള അവസരം ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു നല്ല പ്രേക്ഷിത ചൈതന്യം ലഭിച്ചു. ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം പള്ളികളിൽ പോകാനും വിശുദ്ധ കുർബാനയിൽ സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഒരു മിഷണറി എന്നുള്ള നിലയിൽ പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന, ഭവനരഹിതർക്ക് ഭവനം വെച്ചു കൊടുക്കുന്ന, സാമ്പത്തിക പ്രയാസത്തിലൂടെ കഴിയുന്നവരെ സഹായിക്കുന്ന, രോഗികൾക്ക് ആശ്വാസം നൽകുന്ന വലിയ പദ്ധതികളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ ആ വലിയ മനുഷ്യനോടൊപ്പം നടന്ന കാലഘട്ടത്തിൽ ഈ മിഷൻ ചൈതന്യം ഉൾക്കൊള്ളുവാൻ എനിക്ക് ദൈവം അവസരം തന്നു. മേജർ സെമിനറി തൃശ്ശാപ്പള്ളിയിലായിരുന്നു. ഈശോ സഭ വൈദികർ അവരുടെ പ്രവർത്തനങ്ങളും പഠിപ്പിക്കുന്നതും ഒക്കെ ജീവിത മാതൃകയിലൂടെ കാണിച്ച് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ലേണിംഗ് ബൈ ഡൂയിങ്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ, അന്ധരായ ആളുകളുടെ ഇടയിൽ,
സ്കാവഞ്ചേഴ്സ് ആൻഡ് സ്വീപ്പേഴ്സ്, കക്കൂസ് വൃത്തിയാക്കുന്നവരും നഗരം ശുദ്ധീകരിക്കുന്നവരായ ആളുകൾ, ഡോബികൾ, തുണിയലക്കുന്ന ആളുകൾ, അവർക്കുള്ള പ്രയാസങ്ങൾ വളരെ വലുതായിരുന്നു. ഓരോ വർഷവും ഓരോ കോളനികളിലും പോയി ഈ ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ അവരുടെ ആ മനുഷ്യത്വം എന്താണെന്നുള്ളതും അവർ നേരിട്ട പ്രതിസന്ധികൾ, മദ്യപാനം, അതുപോലെയുള്ള ദൂഷ്യവശങ്ങളിലൂടെ അവരുടെ കുടുംബങ്ങളൊക്കെ തകർന്നു പോകാൻ ഇടയായ സാഹചര്യവും അതിൽ നിന്നൊക്കെ അവരെ മോചിപ്പിച്ച് സ്വന്തമായ വീടും സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് തന്നെ സാധിച്ചു എന്ന് പറയുമ്പോൾ, അതൊക്കെ സാമൂഹിക തിന്മകളിൽ നിന്നൊരു സമൂഹത്തെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് വലിയ ഒരു സുവിശേഷമെന്ന്, ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുതന്നെയാണ് പിന്നീട് വൈദികനായ ശേഷവും 78-ൽ ഞാനൊരു വൈദികനായി. അന്നു മുതൽ ഇപ്പോൾ 49-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ 49 വർഷവും എൻ്റെ ജീവിതത്തിൽ പാവപ്പെട്ടവരോട് പക്ഷം ചേർന്ന് അവരെ സ്നേഹിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ജീവിക്കുവാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഒരു മെത്രാനായ ശേഷവും, മെത്രാനായത് 98-ലാണ്, അന്നു മുതൽ ഇന്ന് വരെ ഭാരതത്തിലും കേരളത്തിലും അതേപോലെ മലങ്കര സഭയിലും പൊതുസമൂഹങ്ങളിലും ഐക്യത്തിൻ്റെ സന്ദേശം, അതേപോലെ എക്യുമെനിക്കൽ സന്ദേശം ഒക്കെ നൽകിക്കൊണ്ട് ഒരു സമൂഹത്തെ നയിക്കാൻ, സാമൂഹിക തിന്മകളോട് പ്രതികരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുമ്പോൾ അതാണ് സുവിശേഷമെന്ന്, അതാണ് എൻ്റെ മിഷനെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശാലോം ന്യൂസിൻ്റെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? മാവേലിക്കര മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജന്മസ്ഥലമാണ്. അദ്ദേഹം പുനരൈക്യപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല അതിരൂപതയുമായി വിഭജിക്കപ്പെട്ടു. ഞാൻ തിരുവനന്തപുരം അതിരൂപതയുടെ ഭാഗമായിരുന്നു. പൗരോഹിത്യ പട്ടം സ്വീകരിച്ചതും മെത്രാനായി 2007 വരെ 98 മുതൽ 2007 വരെ തിരുവനന്തപുരത്താണ് പ്രവർത്തിച്ചത്. അന്ന് തന്നെ ഈ മേഖലകൾ നന്നായിട്ടറിയാം. പമ്പവാലി മൂലക്കയം മുതൽ കന്യാകുമാരി വരെ ഒന്നിച്ചു കിടന്ന ആ സ്ഥലത്ത് തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാൻ എന്നുള്ള നിലയിൽ, വികാർ ജനറൽ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ 2007-ൽ പുതിയ രൂപത മാവേലിക്കരയിൽ നിലവിൽ വന്നപ്പോൾ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ആ ദർശനങ്ങളൊക്കെ സമൂഹത്തിന് കൊടുക്കുക, പുനരൈക്യവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. ആ കാലഘട്ടം മുതൽ 25 വർഷം നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കുറവുകളൊക്കെ പരിഹരിക്കുവാൻ, അവിടുത്തെ ദേവാലയം പുനർജീവിപ്പിക്കുവാൻ, പുനരുദ്ധരിക്കുവാൻ, മറ്റ് സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളുമായും, ക്രൈസ്തവ വിഭാഗങ്ങളുമായും മറ്റ് സമുദായങ്ങളുമായും നല്ലൊരു ബന്ധത്തിൽ വരുവാൻ എക്യുമെനിസം ആൻഡ് ഡയലോഗ് കമ്മീഷൻ്റെ CBCയുടെ ചെയർമാൻ എന്നുള്ള നിലയിലും KCBCയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചപ്പോഴുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മദ്യവിരുദ്ധ സമിതിയുടെ KCBCയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചു 98-ൽ. അതിനുശേഷം ചെയർമാനായിട്ട്, അതിനുശേഷം ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ സാമൂഹിക തിന്മയോട് പ്രതികരിക്കുവാനുള്ള അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി വരികയാണ്. മാവേലിക്കര ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം 2 പുതിയ കൂട്ടായ്മകൾ പുതുതായി ആരംഭിക്കുവാൻ സാധിച്ചു. 40 വൈദികരുണ്ടായിരുന്നിടത്ത് ഇന്ന് 85 വൈദികരുണ്ട്. അതുപോലെ ഞങ്ങൾ UCPI, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രെയർ ഫോർ ഇന്ത്യ, യേശുക്രിസ്തുവിനെ രക്ഷകരായി അംഗീകരിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണത്. ആ കൂട്ടായ്മയിലൂടെ ഈ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നുള്ള ദൗത്യം നിറവേറ്റുവാൻ മാവേലിക്കര രൂപതയെ ഒരു മോഡൽ ഡയസിസായി തിരഞ്ഞെടുത്ത് ഇടവകയുടെ 6 ഇടവകകളെ മോഡൽ ചർച്ചസായിട്ട് മാറ്റിക്കൊണ്ട് കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ, അമ്മമാർ, മാതാപിതാക്കൾ, വൃദ്ധരായ ആളുകൾ, രോഗികളായ ആളുകൾ, ഇവരെയൊക്കെ ഈ സുവിശേഷത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമായി കാണുകയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്.
ആ രീതിയിൽ അഭിമാനത്തോടെ നിൽക്കുവാനും നേരിടുന്ന പ്രതിസന്ധികളെ ദൈവം കൂടെയുണ്ട്, ആ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള നിലയിൽ പ്രവർത്തിപ്പിക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിതാവെ, ഒരു കുടുംബമായി എങ്ങനെ മിഷൻ മേലെ ചെയ്യാം എന്ന് ശാലോം ന്യൂസ് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? കുടുംബത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ, രക്ഷാകര കർമ്മത്തിൽ, അതിന് നവീകരണ പ്രക്രിയയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ പോലെ കുടുംബത്തിലെ മാതാപിതാക്കൾ, ദൈവം ദാനമായി സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ അടയാളമായി നൽകിയ മക്കൾ, അവരെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ കൃപയിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ബലി ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ അർപ്പിക്കുന്ന പുരോഹിത തുല്യരായ മാതാപിതാക്കൾ അവരുടെ രക്തത്തിൻ്റെ രക്തമായി, മജ്ജയുടെ മജ്ജയായി ദൈവം നൽകിയ അനുഗ്രഹീത മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സഭയുടെയും സമൂഹത്തിൻ്റെയും അവരുടെ തന്നെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ ഒരുക്കുക നമ്മുടെ കടമയാണ്. അതിന് വളരെയേറെ ത്യാഗം സഹിക്കേണ്ടതായിട്ട് വരും. മാതാപിതാക്കൾ ഒന്നിച്ച് സഹകരിച്ച് വളർത്തിയാൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ദിശാബോധം ലഭിക്കുകയുള്ളൂ. ഇന്ന് മാതാപിതാക്കളെല്ലാം ബിസിയാണ്, കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും സമയമില്ല, അവർക്ക് തന്നെ ഒന്നിനും സമയമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്? ആ കുടുംബത്തിൻ്റെ രക്ഷകരാകുവാൻ, ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറുവാൻ ആ കുഞ്ഞുങ്ങളെ ധാർമ്മികതയിലും സത്യത്തിലും സ്നേഹത്തിലും നീതിയിലും ഔദാര്യത്തിലും വളർത്തിക്കൊണ്ട് ഒരു സ്നേഹ സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായ കുടുംബം വളർത്തിയെടുത്തുകൊണ്ട് ആ കുടുംബത്തിലെ അതൊരു ദേവാലയമാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ കുടുംബത്തെ പരിശുദ്ധമായി കാണുവാൻ, അവിടെയുള്ള അംഗങ്ങൾ പരിശുദ്ധരായി മാറുവാൻ ദൈവം നൽകുന്ന അവസരങ്ങളെ പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ ഒന്നിച്ച് മക്കൾക്ക് മാതാപിതാക്കൾ മാതൃകയിലൂടെ സംലഭ്യമാക്കി കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ശക്തി. പണവും പ്രതാപവും സുഖവും സൗകര്യവും ഒന്നുമല്ല. പിന്നെയോ ദൈവത്തെ അപ്പനായി കണ്ടുകൊണ്ട്, മറ്റുള്ളവരെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ഒരു സ്നേഹ സമൂഹം സൃഷ്ടിക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയണം. അതൊരു മാതൃകാ കുടുംബങ്ങളായി മാറണം. അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പിതാവെ, ഫിയാത്ത് മിഷന്റെ ഈ ഒരു മിഷൻ കോൺഗ്രസിനെ കുറിച്ച് 2 വാക്ക് ഷെയർ ചെയ്യാം. ഫിയാത്ത് മിഷൻ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൽ ക്രിസ്തുവർഷം 52 വിശ്വാസം ലഭിച്ച ഒരു സമൂഹത്തിന് 2026 ആകുമ്പോഴേക്കും ഈ 7ാമത് ഫിയാത്ത് മിഷൻ സമ്മേളനം ഇവിടെ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ അരങ്ങേറുമ്പോൾ വളരെയധികം പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കഴിഞ്ഞ 6 മീറ്റിങ്ങുകളിലും കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി വളർച്ചയുടെ ഒരു പാതയാണ് ഈ 7ാമത് കോൺഗ്രസിൽ കാണുന്നത്. ഇവിടെ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. നാം എല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് നമ്മുടെ കടമ. അതിനുവേണ്ടി നാം സമർപ്പിക്കുക, പുനർസമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓരോ ഫിയാത്ത് മിഷൻ്റെ കൂട്ടായ്മകളിലും നമ്മൾ കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യുവതീ-യുവാക്കന്മാരുടെ ഇടയിൽ, പ്രായമായ ആളുകളുടെ ഇടയിൽ, സമർപ്പിതരിൽ, വൈദികരിൽ, വൈദിക മേലധ്യക്ഷന്മാരിൽ കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പ്രവർത്തിക്കുക എൻ്റെ കടമയാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് ആ കഷ്ടം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിലെ 97% ആളുകളും യേശുക്രിസ്തുവിനെ ഇനിയും അറിഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷകൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ യേശുവിൻ്റെ സ്നേഹവും കരുണ, ഔദാര്യം, നീതി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് നിറവേറ്റുവാൻ ഇനിയും സാധിച്ചിട്ടില്ല
എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായി മാറുകയും ദൈവ സാന്നിധ്യം നമ്മിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയിലൂടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കടമയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മളെല്ലാവരും മനസ്സുവെച്ച് പ്രവർത്തിച്ചാൽ, ഈ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാകും. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ദൈവമായിരിക്കെ അതൊരു വലിയ കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി ശൂന്യപ്പെടുത്തി ദാസൻ്റെ രൂപമെടുത്ത് സമ്പന്നൻ ദരിദ്രരായ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ എടുത്ത വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പ്രഘോഷിച്ചവൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചവൻ, സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തവൻ നമ്മോടുകൂടിയുണ്ട്. മനുഷ്യനിർമ്മിതമായ കല്ലറകൾക്കോ സംവിധാനങ്ങൾക്കോ സർവശക്തനെ അടക്കി വയ്ക്കുവാനോ ഒതുക്കി വയ്ക്കുവാനോ ആവില്ല. മരണമേ നിൻ്റെ വിജയം എവിടെ, മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്ത യേശു തമ്പുരാൻ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം ആചരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, ഞാനോ ലോക അവസാനം വരെ എല്ലാ നാളുകളിലും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തന്നവൻ, വാക്ക് മാറാത്തവൻ നമ്മോടുകൂടിയുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ട എല്ലാ നൽവരങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ സമയം അത്രയും ശാലോം ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടി മിഷൻ മെസ്സേജ് പങ്കുവച്ചത് മാവേലിക്കര ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാൻ ജോഷുവ മാർ ഇഗ്നോസിസ് പിതാവായിരുന്നു. പിതാവേ, നന്ദി.